ഹലോ, അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ കുറച്ച് അരി വറക്കാനാട്ടോ പോണത്. നമ്മൾ ഒരു 250 അരി എടുത്ത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടോ. നല്ലോണം ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കട്ടോ. നല്ല വൃത്തിയാക്കി കഴുകാം. നമുക്കൊന്ന് 2 വട്ടം കൂടെ കഴുകാം. ഒന്ന് കരണ്ട് ഇല്ലാത്തതുകൊണ്ട് വലിയ വെളിച്ചമില്ല കേട്ടോ. കരണ്ട് പോയി ഞാൻ പണിയെടുക്കുമ്പോൾ അതാണ് ഒരു മഞ്ഞിച്ച വന്നത്. എല്ലാവരും ക്ഷമിക്കുക. വൈകുന്നേരത്തെ മഴയ്ക്ക് കരണ്ട് അങ്ങോട്ട് പോയി. ഒരു 2-3 വട്ടം നമ്മൾ കഴുകി നമുക്ക് അരി ഒന്ന് ഊറ്റിയെടുക്കട്ടോ. ഊറ്റിയൊക്കെ ഒന്ന് വെള്ളം പോയിട്ട് വേണം നമുക്ക് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ഒരു പണ്ട് ഇനി ആൾക്കാർ ഇതൊക്കെ വറുത്ത് പൊടിച്ച് കഴിക്കലൊക്കെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അരി വറുത്ത് അരി ഒന്ന് കഴുകി ഊറ്റിയൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം വെക്കാം. ചെറുപ്പം വറുത്തെടുക്കട്ടോ. ചെമ്പട്ടിന്ന് വെള്ളമൊക്കെ വെച്ചിട്ട് പഴയൊരു ചെമ്പട്ടിയാണ് നമുക്ക് അരി വറക്കാൻ വേണ്ടിയാണ് അത് വെച്ചത്. അതൊന്ന് വറുത്തെടുക്കാം. നല്ലോണം പൊരിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കട്ടോ. നല്ലോണം ഇളക്കി അടി പിടിക്കാതെ നമുക്ക് ഇളക്കി എടുക്കണം. കുറച്ച് ഈച്ചിട്ട് വറക്കുള്ളൂ കേട്ടോ. ലേശട്ടിട്ടുള്ളതിന് അത് 2 പ്രാവശ്യമാക്കിയിട്ട് 250 അരിയുള്ളൂ. അപ്പോൾ അത് 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചിട്ടാണ്. നല്ല പൊരിഞ്ഞ് കിട്ടും. പൊരിഞ്ഞ് വന്നിട്ടിപ്പോൾ ഏകദേശം വറവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്നുകൊണ്ട് ഒരു നിറത്തിലേക്ക് ചെരിഞ്ഞ് വെക്കാം. നാറട്ടെ. അപ്പം അതിലൊക്കെ ഒന്ന് ചെരിഞ്ഞ് വെച്ച് നമുക്ക് അടുത്തതും ഒന്ന് അതിലിട്ട് കൊടുക്കട്ടോ. അടുത്തത് നമുക്ക് അതിലിട്ട് അതൊന്ന് അതേമാതിരി വറുത്തെടുക്കട്ടോ. അതിൽ ഏകദേശം അതിലേക്ക് ശേഷം നമുക്ക് നല്ല ജീരകം, 1 സ്പൂൺ നല്ല ജീരകം, കുരുമുളക് പൊടിക്കാത്തുണ്ടെങ്കിൽ ഒത്തിരി കുരുമുളക് ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് കുരുമുളക് പൊടി നമുക്ക് അതിൽ ചേർക്കാം. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാണ് നല്ല ജീരകം ചേർക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഇറക്കി ഒഴിച്ച് വെച്ചിട്ടാണ്. ഇനി അതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരു ലേശം ഞാൻ 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട കുരുമുളക് പൊടിച്ച് അപ്പോൾ അതിന് പൊടി ഇട്ടതാട്ടോ. ഇട്ട് വറക്കുന്നുണ്ട് തന്നെ. നമ്മൾ അരി ഒന്ന് പൊടിച്ചെടുക്കട്ടോ. അത് പൊടിച്ചെടുത്ത് ഇനി കുറച്ചും കൂടെ പൊടിക്കാണ്ട് കൂടെ നമുക്ക് പൊടിച്ചെടുക്കട്ടോ. അപ്പം നമ്മളതിൽ നല്ല ജീരകം, കുരുമുളക് ഒക്കെ ചേർത്തിക്കണം കേട്ടോ. നമുക്ക് പൊടിച്ചതിന് ശേഷം നമുക്ക് അതിൽ പഞ്ചസാരയും ചേർക്കണം അതിൽ കേട്ടോ. തേങ്ങ ചേർക്കുന്നുണ്ട്.
ഒരു 2 കരണ്ടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേ. തേങ്ങ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ ഇതിൽ ചേർത്ത്, നല്ല ജീരകം, കുരുമുളക്, പഞ്ചസാര, തേങ്ങ, ഇതൊക്കെ ഇപ്പോൾ ഇതിൽ ചേർത്തിന് കേട്ടോ. നമുക്ക് ജീരകം എന്താ, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ജീരകം ചേർത്തിയാൽ. ഇത്തിരി കുരുമുളകും ഒക്കെ ചിലർക്ക് നെഞ്ഞേറും എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് ഇഷ്ടമായിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊടിയായിട്ട് വേണം. നമുക്ക് അതിൽ ഇത്തിരി ചായയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുക, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. ഇതൊക്കെ ആദ്യം ഇതിങ്ങനെ പൊടിച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇപ്പം ഞങ്ങൾക്ക് ഇന്നൊരു പൂതി, ഞങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എള്ള്, കടല ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങളൊന്നും ഇങ്ങനെ ആക്കിയതാട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് ചായക്കൊക്കെ ഒരു പലഹാരമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കുക, കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട്